പ്രവേശിക്കുന്ന ഒരുക്കങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ സഭയിലെ പൂർവികരായ വൈദികരെ മുഴുവനായി ഓർക്കുവാനും പൂർവികരായ വിശ്വാസികൾ മുഴുവനെ ഓർക്കാനുമായി ക്രമീകരിച്ചിരിക്കുന്ന 2 ഞായറാഴ്ചകളാണ്. ഇന്ന് വൈദികരെ ഓർക്കുന്ന ദിവസമാണ്. വഹനെ സൺഡേ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത ആഴ്ച ആനീദേ സൺഡേ ആണ്. വിശ്വാസികളെ വാങ്ങിപ്പോയവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ്. ഈ 2 ദിവസങ്ങളും നമ്മെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥന വഴി ഊർജം സംഭരിക്കുവാനുള്ള ദിവസങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നിവിടെ വായിച്ച പ്രമീയൻ സദറായിൽ നിങ്ങൾ കേട്ട് കാണും പുരോഹിതന്മാർ ആരാകുന്നു എന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 2 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ദേ ആർ ദ കീപ്പേഴ്സ് ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവിക രഹസ്യങ്ങളുടെ കാവൽക്കാർ, സൂക്ഷിപ്പുകാർ എന്നാണ് ഒന്നാമത് വൈദികരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ രഹസ്യങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായി ദൈവം തമ്പുരാൻ നിയോഗം നൽകിയ ആളുകളാണ് പുരോഹിതന്മാർ. നാം പാടാറുണ്ട്, മാനവരുടെ അസൂയാദോഷം പാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മാലാഹമാർക്ക് പോലും അസൂയ തോന്നത്തക്ക രീതിയിൽ പുരോഹിതന്മാർക്ക് പരിശുദ്ധ ബലിപീഠത്തിൽ ദർഗായിൽ ചവിട്ടി നിന്ന് രഹസ്യങ്ങളെ ആഘോഷിക്കുവാൻ, കൈകൾ ഉയർത്തി മേലേക്ക് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങി ദൈവജനത്തിന് പകർന്നു നൽകുവാൻ ഉള്ള നിയോഗമാണ് ഉള്ളത്. അവരാണ് രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവർ. രണ്ടാമതവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ കാവൽക്കാരാകുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തിൻ്റെ കാവൽക്കാർ. ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പുരോഹിതന്മാരെക്കുറിച്ച് കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിലും വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കർത്താവിന് സ്ലീഹന്മാരോട് ചേർന്ന് നിന്ന ഇഗ്നാത്യോസ് ഓഫ് അന്ത്യോക്ക് പറയുന്നത് ദേ ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ കാവൽക്കാരെന്നാണ്. ദൈവവചനം 2-3 രീതിയിൽ നാം കാണുന്നുണ്ട്. അതിലൊന്ന് എഴുതപ്പെട്ട വചനമാണ്. അത് വിശുദ്ധ വേദപുസ്തകമാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ അതിനോട് ചേർന്ന് സഭാപിതാക്കന്മാർ രചിച്ചു നൽകിയ വ്യാഖ്യാനങ്ങളുമുണ്ട്.